ഗൈസ്, ഇന്നത്തെ വീഡിയോ എൻ്റെ ഫാൻസി ഐറ്റംസിൻ്റെ കളക്ഷൻസ് ആണ്, കമ്മലും മാലകളും. ഓക്കെ, നമുക്ക് ഓപ്പൺ ചെയ്യാം. യെസ്, ഇതിൻ്റെ കമ്മലുകളുടെ കളക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം. സ്റ്റഡ്സ് ആണ് ഞാൻ ജോലിക്ക് പോകുമ്പം യൂസ് ചെയ്യുന്നത്. അതല്ലാതെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് ഇങ്ങനത്തെ കമ്മലുകൾ മേടിക്കുന്നത്. അത് 1 ടൈമാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ അത് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇത് ഞാനൊരു മാരേജ് ഫംഗ്ഷന് വേണ്ടി മേടിച്ചതാണ്. ഇതൊരു നമുക്കിപ്പോൾ പീച്ച് കളർ ഡ്രസ്സസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഗ്രീൻ കളർ ഡ്രസ്സസിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന ഗോൾഡ് കം സ്റ്റോൺസിൻ്റെ കളക്ഷൻസ് ഉള്ള ഇയറിങ്സ് ആണ് കേട്ടോ. കാണിച്ചു തരാം. കുറച്ച് ഇങ്ങനത്തെ ഈ വർക്ക് വരുന്ന ഡ്രസ്സസ് ഉണ്ടല്ലോ, ആ ഡ്രസ്സസിൻ്റെ കൂടെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതാ കമ്മലുള്ള ഒരു പിക്ചറാണ്. ഇഷ്ടമില്ലാത്ത ആരും കാണത്തില്ലല്ലോ ജിമിക്കയോട്. അപ്പം ഇത് വന്നിട്ട് ജിമിക്കയാണ്. ഇതിൻ്റെ ബാക്ക് ഹൂക്ക് ഇങ്ങനെയാണ് വരുന്നത്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതൊരു മെറ്റൽ ഓക്സിഡൈസ്ഡ് ജ്വല്ലറിയാണ്. അപ്പോൾ ഇതിൻ്റെ പേര് വന്നിട്ട് ദിസ് വൺ. ഓക്കെ, അപ്പോൾ ഇത് നല്ല ഭംഗിയാണ്. ഞാൻ ഇതിൻ്റെ ഫോട്ടോ ആയിരിക്കും മിക്കവാറും തമ്പനയിലായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക. ഇങ്ങനത്തെ നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും മാച്ചിങ് ആണ്. നമുക്കിത് എത്നിക് വെയറിൻ്റെ കൂടെ ഇടാം, സാരിയുടെ കൂടെ എല്ലാം. ഇത് ഓക്സിഡൈസ്ഡ് ജ്വല്ലറി എനിക്ക് ഇഷ്ടമാണ്. പിന്നെ നമുക്ക് സ്കിൻ ടോണിന് മാച്ചിങ്ങും കൂടെയാണ് ഓക്സിഡൈസ്ഡ് ജ്വല്ലറി എന്ന് പറഞ്ഞത്. ഇന്ന സ്കിൻ ടോൺ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇതെങ്ങനെയുണ്ട്? ഇതെനിക്ക് ഇഷ്ടമുള്ള ഒരു ചോക്കർ സെറ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇട്ടിട്ട് പോയാൽ നമ്മൾ യുണീക്കായിട്ടിരിക്കും. ഇതിൽ വന്നിട്ട് സ്റ്റോൺസും ഇതേപോലെ ഗ്രീൻ സ്റ്റോൺസും ആണ്. അപ്പം ഇപ്പോൾ ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇത് മാച്ചിങ് ആണ്. കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഡ്രസ്സസിൻ്റെ കൂടെ ഇടാം. ഞാൻ ഇത് പീച്ചിൻ്റെ കൂടെ ഇത് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, നൈസായിരുന്നു. അപ്പോൾ ഇത് വിത്ത് കമ്മലാണ് വരുന്നത്. ഇത് സെറ്റാണ് അതിൻ്റെ കമ്മൽ വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഹെവി ആയിട്ട് ഓർണമെൻറ്റ്സ് ഇടണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർത്തിടാം. അല്ലെങ്കിൽ കാതിലൊരു സ്റ്റഡ് കൊടുത്തിട്ടും ഇത് ചെയ്യാം. അല്ലെങ്കിൽ ഈ കമ്മലിട്ടിട്ട് കഴുത്തിൽ മാല ഇല്ലാതെ നിൽക്കാം. എങ്ങനെ വേണം നിങ്ങൾക്ക് ഇത് പെയർ ചെയ്യാൻ പറ്റും. ഇത് രണ്ടുമായിട്ടും നല്ല മാച്ചിങ് ആണ്. ഈ സാധനം വെയിറ്റ് കുറവാണ് കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ നെക്ലസ് ആയതുകൊണ്ട് അഡ്ജസ്റ്റബിൾ ആണ്. നമുക്കിത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് എൻ്റെ വേറെ നെക്ലസ് പീസാണ്. ഇതിൽ ഗ്രീൻ സ്റ്റോൺസ് ആണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് സാരിയൊക്കെ കൊടുത്ത് ഏതായാലും കല്യാണത്തിനൊക്കെ പോകാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കാൻ പറ്റും. ഇത് കമ്മലിൻ്റെ കൂടെ പെയർ ചെയ്താണ് വരുന്നത്. പിന്നെ ഇതിന് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബാക്ക് ലെങ്ത് ഉള്ള ചെയിനാണ് വരുന്നത്. അപ്പോൾ കഴുത്തിൻ്റെ അനുസരിച്ച് നമുക്ക് അത് മാറ്റിയും കുറച്ചൊക്കെ ഇടാൻ പറ്റും. ഞാൻ ഇങ്ങനത്തെ മാലകൾ എപ്പോഴും കഴുത്തോട്ട് ചേർത്തായിരുന്നു. കുറച്ച് പോലും ഇറക്കിയിടുന്നത് എനിക്കിഷ്ടമല്ല. ഇതിൻ്റെ സ്റ്റോൺസ് ആക്ച്വലി കണ്ടോ ഈ ഒരു കളറാണ് വരുന്നത്. നമ്മൾ എവേ ആയതുകൊണ്ടാണ് കുറച്ച് ഡാർക്കായിട്ട് തോന്നിയത്. ഈ കളറാണ് വരുന്നത്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇപ്പോൾ ട്രഡീഷണൽ വെയേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പെയർ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഈ ഒരു ചെയിൻ എന്ന് പറയുന്നത്. അപ്പം ഇതിങ്ങനെ ഇരിക്കും കണ്ടോ. ഇത് ഗ്രീനാണ് കേട്ടോ. ഞാനിങ്ങനെ ഫാറൊക്കെ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ കളറ് ബ്ലാക്ക് പോലെ ഇരിക്കുന്നത് ഗ്രീൻ കളറാണ് ആക്ച്വലി. നെക്സ്റ്റ് വേറെ ജുംക്കയാണ് കേട്ടോ. ഇതും കുറച്ച് എത്നിക് വെയറിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സാധനമാണ്. ഇത് ഇപ്പോഴത്തെ ഒരു കൈൻഡ് ഓഫ് സ്റ്റൈലല്ല. ഇതിന് ഒരു ഏൻഷ്യൻ ടെക്സ്ചറാണ് ഉള്ളത്. അപ്പം ഏൻഷ്യൻ സ്കൾപ്ചേഴ്സിലൊക്കെ കാണുന്ന പോലത്തെ ഒരു മോഡലാണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ സ്റ്റോൺസും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പെയറെന്ന് വെച്ചാൽ ദിസ് വൺ. ഇതാണ് ഇതിൻ്റെ പെയർ വന്നിട്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇങ്ങനത്തെ ജ്വല്ലറി സെറ്റ്സ് ഇഷ്ടമാണ്. ഫാൻസി ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇത് ചേരും. ഓക്കെ, ഇങ്ങനെ ഒരു പാർട്ടി പോപ്പർ മിക്ക ഗേൾസിനും കാണും അല്ലേ ഇത്. അപ്പോൾ നമുക്കിതൊരു ഫാൻസി ഐറ്റമായിട്ട് പാർട്ടീസിൽ അല്ലെങ്കിൽ റിസപ്ഷൻസിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ എന്തെങ്കിലും ഫങ്ഷൻസ് അതിൽ നമുക്ക് മസ്റ്റ് നമ്മൾ താരമാക്കി തിളക്കുന്നതാണ്. ഇതിൻ്റെ ആണി വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതെല്ലാം ബട്ടൺ ബുഷസ് ആണ് വരുന്നത്. അപ്പോൾ ഇതെനിക്കിഷ്ടമുള്ള ഒരു ഇങ്ങനെ എനിക്ക് ലെയേർഡായിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. ഇതും ഗൾഫ് പ്രോഡക്റ്റാണ്. ഇത് ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ ഇത് ഒന്നും കറക്കത്തില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഷൈനിങ് ആയിട്ട് തന്നെ എപ്പോഴും ഉണ്ടായിരിക്കും. കണ്ടല്ലോ ഇങ്ങനെ ഇരിക്കും കേട്ടോ. കാരണം നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും മാച്ചിങ് ആണ്, എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും. പിന്നെ റിസപ്ഷൻസിൽ പോകുന്ന സ്റ്റോൺസ് ഉള്ള ഡ്രസ്സസിലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മാച്ചിങ് ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഇങ്ങനെ കളർ കോൺട്രാസ്റ്റ് ഒന്നും വേണ്ട. ഇത് സ്റ്റോൺസുമായിട്ട് മാച്ചിങ് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ഇപ്പോഴത്തെ താരം. ഇത് വന്നിട്ട് ക്യൂബിക് സിർക്കോണിയാണ്. സിർക്കോണിയ ഈ പറയുന്നത് പോലെ ബ്ലാക്കിഷ് ആവത്തില്ല. ഇത് രണ്ടും പേൾസ് ആണ് കേട്ടോ. ഇത് വന്നിട്ട് ഗൾഫ് പ്രോഡക്റ്റ് ആണ്. ഇതിൽ ബട്ടൺ ബുഷ് തന്നെയാണ് ബാക്കിൽ വരുന്നത്. നല്ല സ്പാർക്ലിംഗ് ആണ് ആക്ച്വലി. നമ്മൾ ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇത് മാച്ചിങ് ആണ്. ഇത് ഓഫീസ് വെയേഴ്സിൻ്റെ കൂടെ ഇടാൻ പറ്റും. പിന്നെ എൻ്റെ പ്രൊഫഷനിൽ ഇത് മാച്ചിങ് അല്ലാത്തത് കൊണ്ട് ഞാൻ ഇടത്തില്ല.
പിന്നെ എവിടെയെങ്കിലും പോകുന്ന സമയത്തൊക്കെ ഞാനിത് മോസ്റ്റ്ലി യൂസ് ചെയ്യും. ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഇപ്പം ഭയങ്കര വലിയ കമ്മലുകളൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഇടാൻ പറ്റും. ഇത് ഭയങ്കര വലിപ്പമുള്ളതല്ല, സ്മോൾ വണ്ണാണ്. സ്റ്റഡ് ടൈപ്പും അല്ല, എങ്കിൽ വലിയ ഹാങ്ങിങ് ടൈപ്പും അല്ല. ഇപ്പോൾ ഒരു ആവറേജ് അല്ലെങ്കിൽ മീഡിയം കൈൻഡ് ഓഫ് ഇയറിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേര് വരുന്നത് ദിസ് വൺ. ആണോ, ഒരുമിച്ച് ഇന്നപ്പോൾ ക്യൂട്ടായിട്ടുണ്ടല്ലോ. വേറൊരാളാണ്. ഇത് വന്നിട്ട് ഒരു ചെട്ടിനാട് ടൈപ്പ് ഓഫ് ജുംക്കയാണ് കേട്ടോ. അപ്പോൾ ഇതിലൊരു മയിലാണ്, മയിലിൻ്റെ ടൈപ്പ് ചെട്ടിനാട് ആണ്. ഓക്കെ, അപ്പോൾ ഇതും ട്രഡീഷണൽ വെയേഴ്സിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ്. അതേപോലെ തന്നെ പട്ടുസാരി, പട്ടുപാവാട, ഹാഫ് സാരി, കാർത്തിക, ദീപാവലി അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ വരുന്ന സ്റ്റോൺസ് മെജന്ത കളർ സ്റ്റോൺസ് ആണ്. അപ്പോൾ സ്റ്റോൺ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ കോൺട്രാസ്റ്റ് ചെയ്യുന്ന ഏത് കളറിൻ്റെ കൂടെ വേണമെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങൾ മെജന്തയുടെ കൂടെയും ചേരും, അതേസമയം ഗ്രീനിൻ്റെ കൂടെയും ചേരും, ബ്ലൂവിൻ്റെ കൂടെ ചേരും, ബ്ലൂവിൽ മെജന്ത ബോർഡറുള്ള അങ്ങനത്തതിൻ്റെ കൂടെ ചേരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പെയറിംഗ് ആയിട്ട് വരുന്നത്. ഇതിൽ ബട്ടൺ ബുഷ് അല്ല, ഇതിൽ ഗോൾഡ് കളർ തന്നെയാണ് ഇതിൻ്റെ ആണി വരുന്നത് കേട്ടോ. അപ്പം ഇപ്പം നിങ്ങൾക്ക് ചെട്ടിനാട് ടൈപ്പ് ഇങ്ങനത്തെ കൺവെൻഷണൽ ട്രഡീഷണൽ വെയേഴ്സ് ഇടാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു പെയർ ഇത് മേടിച്ച് വയ്ക്കുന്നത് ബെറ്റർ ഒരു ഓപ്ഷനാണ്. നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. പുള്ളിക്കാരനെ എനിക്ക് ഇങ്ങനത്തെ ഹെവി ഇഷ്ടമാണ്. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മേടിച്ചതാണ്. ഇത് സാരിയുടെ കൂടെ വെയർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്, ചുരിദാറിൻ്റെ കൂടെയും. പിന്നെ കുറേ ഹെവി ആയിട്ടുള്ള ചുരിദാറിൻ്റെ കൂടെ മാല ഇല്ലാതെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. മാലയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സിമ്പിൾ ചെയിൻ, സിമ്പിൾ പെൻഡൻറ്റ് വരുന്നതോ അല്ലെങ്കിൽ ഇതേപോലെ പേൾ വരുന്ന സ്മോൾ പേൾഡ് ആയിട്ടുള്ള ചെയിൻസിൻ്റെ കൂടെ നമുക്കിത് യൂസ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ പെയറായിട്ട് വരുന്നത്. ഇതിന് നമുക്ക് ബട്ടൺ ബുഷ് തന്നെയാണ് വരുന്നത്. അപ്പോൾ കണ്ടോ, ഭയങ്കര വലിയ വെയിറ്റ് ഒന്നുമല്ല. പിന്നെ ഇത് ഇട്ടാൽ നമ്മൾ കുറച്ച് ഒന്ന് ആഡംബരമായിട്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. പിന്നെ ഇതിഷ്ടം ഇല്ല, താല്പര്യമില്ല എന്നുള്ളവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്താൽ മതി. നമ്മുടെ ഇഷ്ടമാണല്ലോ നമുക്ക് ഏതിടണം എന്നുള്ളത്. ഇനിയാണ് നമ്മുടെ താരം, സ്റ്റഡ്സ് ഇഷ്ടമുള്ളവരുടെ ഫേവറേറ്റ് ഐറ്റം ആണല്ലേ ഇത് വന്നിട്ട് ഗൾഫിലെ മാക്സ് ആണ്. ഇതിൽ 3 ടൈപ്പ് ഓഫ് ഹാങ്ങിങ്സ് ഉണ്ട്, 3 ടൈപ്പ് ഓഫ് റിങ് ഉണ്ട്, 3 ടൈപ്പ് ഓഫ് സ്റ്റഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ കാണാത്ത റിങ് ഹാങ്ങിങ്ങും ഒക്കെ യൂസ് ചെയ്തിട്ട് എവിടെയോ ഊരി വെച്ചേക്കാണ്, ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ പിക്ചർ ഞാനിതിൽ വെച്ചിരിക്കാം. മാക്സ്, ഇവിടുത്തെ മാക്സിൽ പോയിട്ട് ഞാൻ ഇങ്ങനത്തെ സെറ്റ്സ് ഒന്നും കണ്ടില്ല, കുറച്ചുകൂടെ വേറെ കൈൻഡ് ഓഫ് സെറ്റ്സ് കണ്ട്. പക്ഷേ അതിൽ ഇത്രയും കമ്മലൊന്നും ഇൻക്ലൂഡഡ് ഒന്നും അല്ലായിരുന്നു. അപ്പോൾ ഇതിൽ വന്നിട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് കണ്ടായിരുന്നോ, ഇതിൽ വന്നിട്ട് 2 ടൈപ്പ് ഓഫ് ആണിയുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ സെക്യൂരിറ്റിയാണ്, ഇത് പെട്ടെന്ന് ഇളകി പോകുമെന്ന് പറയണ്ട. പിന്നെ വേരിയസ് കൺട്രീസിലെ വില ബാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റേതിൻ്റെയൊക്കെ ബട്ടൺ ഞാൻ ഇട്ടുകൊണ്ട് പോയതിൻ്റെ ബാക്കി ഇരിക്കുമായിരിക്കും കേട്ടോ, പക്ഷെ അത് ഇളകി പോകത്തില്ല, വേഗം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണുള്ളത്. ഗോൾഡാണ്, ഗോൾഡും പിന്നെ പേൾസും, പിന്നെ സിംഗിൾ പേള്, പിന്നെ ഇതുപോലെ പ്ലേറ്റഡ് ആണ് എല്ലാം. അപ്പം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ്. പിന്നെ നിങ്ങൾക്ക് 2 സ്റ്റഡ്സ്, സെക്കൻഡ് സ്റ്റഡിൻ്റെ സ്പേസും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് താഴത്തതിലും ഇത് മുകളിലത്തെ സ്റ്റഡ് സ്പേസിലും ഇടാൻ പറ്റും. അങ്ങനത്തെ രീതിക്കുള്ള കമ്മലുകളും ഉണ്ട്. ഇത് റിംഗ് ആണ്, അപ്പോൾ അത് നമുക്ക് ഇടാൻ പറ്റും. ചിലർക്ക് അങ്ങനത്തെ ആണല്ലോ ഇഷ്ടം. എനിക്കിഷ്ടമാണ്, പക്ഷേ എനിക്ക് സെക്കൻഡ് സ്റ്റഡിൻ്റെ സ്പേസ് ഇല്ല, ഞാൻ സെക്കൻഡ് സ്റ്റഡ് കുത്തിയിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഓക്സിഡൈസിലെ വീരനാണ് ഈ ഒരു ചോക്കർ എന്ന് പറയണോ നെക്ലസ് എന്ന് പറയണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഏത് ഡ്രസ്സിൻ്റെ കൂടെയും സൂപ്പർ മാച്ചാണ്. ഇത് വന്നിട്ട് കുറച്ച് ക്യാഷ് ആയി കേട്ടോ, 700 സംതിങ്ങിനും 900 സംതിങ്ങിനും ഇടയിലായിരുന്നു തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്. മറ്റേതെല്ലാം, അതായത് ഇതൊക്കെ 1 ടൈം പർച്ചേസാണ്, അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കും. ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള മാലകളും കമ്മലുകളും എനിക്കിഷ്ടമാണ്. അപ്പം ഇത് വാങ്ങിയെന്ന് വെച്ചാൽ സാരിയുടെ കൂടെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. വേറെ ഒന്നും നമ്മൾ ഇടേണ്ട, വലിയ കമ്മൽ പോലും നമ്മൾ ഇട്ടില്ലെങ്കിലും ഇത് ഇങ്ങനെ എടുത്ത് നിൽക്കും. അപ്പോൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കഴുത്തുള്ള ഡ്രസ്സിൻ്റെ കൂടെ നമുക്കിത് യൂസ് ചെയ്യാം. കുറച്ചുകൂടെ ഹെവി ലുക്ക് കിട്ടാനായിട്ട് ഹെവി ഡ്രസ്സസിൻ്റെ കൂടെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് വെയിറ്റ് ഉണ്ട്, പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മാലയിട്ട് പുറത്ത് പോകാനായിട്ട്. ഈ മാല ഇട്ടിരിക്കുന്ന ഫോട്ടോയും ഞാനിതിൽ പിൻ ചെയ്തിരിക്കാം. ഫൈനലി ഒരു സ്വർണ്ണമാലയാണ് കേട്ടോ. ഇതൊരു സ്മോൾ പെൻഡൻറ്റ് കൈൻഡ് ഓഫ് മാലയാണ്. അപ്പം നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇടാം. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒക്കേഷൻസ് വരുമ്പോഴത്തേക്കും നമ്മൾ നോർമലി ഇടുന്ന മാല മാറ്റിയിട്ട് ഇതെടുത്ത് ഇടാൻ പറ്റും. കുറച്ച് സ്റ്റോൺസ് ഉണ്ട്. പിന്നെ എന്താ പറയുക, ഇതൊരു കൈൻഡ് ഓഫ് ക്യൂട്ട് മാലയാണ്, എനിക്കിഷ്ടമാണ്. സിമ്പിൾ ലൈറ്റ് വെയിറ്റ് ആണ്, ഇത് അഡ്ജസ്റ്റബിൾ ആണ്, ഇതെനിക്കിഷ്ടമുള്ളൊരു മാലയാണ്, ഫേവറേറ്റ് മാലയാണ് ഇത്.
ഈ ഒരു മാല തപ്പി നടക്കാത്ത ഗേൾസ് ഇല്ലെന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് എവിടെ നിന്നാണ് മേടിച്ചതെന്നുള്ളത്. ഇതും ഒരു ഗേൾ പ്രോഡക്റ്റ് ആണ്. ഇത് വന്നിട്ട് ഡെയ്സി ഫ്ലവേഴ്സിൻ്റെ കഴുത്തിലോട് ചേർത്തിടാൻ പറ്റുന്ന രീതിക്കുള്ള മാലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിട്ടൊരു ഫോട്ടോയും ഇതിൽ ആഡ് ചെയ്യാം. ഇത് വന്നിട്ട് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള നോബ്സ് ഇതിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം വെസ്റ്റേൺ വെയേഴ്സ് ഇടുമ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഇടാൻ പറ്റുന്നൊരു മാലയാണ്. അല്ലെങ്കിൽ ബൊഹീമിയൻ അതിടുമ്പോൾ ഇടാൻ പറ്റും. പിന്നെ നമ്മൾ കാഷ്വലായിട്ട് പോകുന്ന സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. എനിക്കിടാൻ ഇഷ്ടമുള്ള ഒക്കേഷൻസ് എന്ന് സിനിമ കാണാൻ പോവുക, പാർക്കിൽ പോവുക, ബീച്ചിൽ പോവുക, ഫ്രണ്ട്സിനോട് ചില്ല് ചെയ്യാൻ പോവുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ യുണീക്കാക്കും ഇങ്ങനത്തെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് പോകുമ്പോൾ. ഓർണമെൻറ്റ്സ് ഇട്ടില്ലെങ്കിലും നമ്മൾ യുണീക്കാണെങ്കിൽ യുണീക്കാവും. അങ്ങനെ പറഞ്ഞതല്ല, എന്താണ് നമുക്കൊരു സ്പെഷ്യൽ, നമ്മളിതൊന്ന് സ്പെഷ്യലാക്കും. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ലെയേർഡ് ആയിട്ടുള്ള ചെയിനാണ്. ഇത് ഈ പറഞ്ഞ പോലെ വെസ്റ്റേൺ ഡ്രസ്സസിൻ്റെ കൂടെ, ഡീപ്പ് നെക്കുള്ള ഡ്രസ്സസിൻ്റെ കൂടെ, പിന്നെ ഈ ഫ്ലവർ ഒരു ഇഷ്ടമുള്ള ചിലത് ഫ്ലോറൽസ് ഡ്രസ്സായിട്ട് ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാം. ഇതും ഞാൻ ഈ പറയുന്ന പോലെ പാർട്ടീസിന് യൂസ് ചെയ്യാറുണ്ട്. നമ്മളിപ്പം ഗോൾഡ് മാല എന്തെങ്കിലും ഇട്ടിട്ട് പോയി ഇത് അതിൻ്റെ കൂടെ ഇടുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ആഡ് ഓൺ ആയിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ഇത് പെട്ടെന്ന് കറക്കത്തില്ല. ഇതും ഈ പറയുന്നത് പോലെ ഗോൾഡ് പ്ലേറ്റഡ് ആണ്, ബട്ട് ഇത് കറക്കത്തില്ല. അങ്ങനെ ഇത് ഗൾഫിലെ പ്രോഡക്റ്റാണ് ഇതും. പിന്നെ ഇതിലും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിട്ട ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലോട്ട് ആഡ് ഓൺ ചെയ്യാം. പക്ഷേ എനിക്കിത് ഇഷ്ടമാണ് കേട്ടോ, നല്ലൊരു ക്യൂട്ടി മാലയാണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് എനിക്കൊരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അതിൽ വേറെ കുറേ സാധനങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ജ്വല്ലറി കണക്ഷൻ ഉണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ഏതായിരുന്നു എന്നും കൂടി, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടത് ഏതായിരുന്നു എന്നും കൂടി ജസ്റ്റ് മെൻഷൻ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ വീണ്ടും ടാറ്റാ.